ജയിച്ചവൻ കൂടെയുണ്ട്. ആഴിയിന്നാഴത്തിൽ കൂടെയുണ്ട്, ആകാശമേഘങ്ങളിൽ കൂടെയുണ്ട്. ആഴിയിന്നാഴത്തിൽ കൂടെയുണ്ട്, ആകാശമേഘങ്ങളിൽ കൂടെയുണ്ട്. ആവശ്യനേരത്തിൽ കൂടെയുണ്ട്, ആശ്വാസദായകൻ ആവശ്യനേരത്തിൽ കൂടെയുണ്ട്, ആശ്വാസദായകൻ കൂടെയുണ്ട്. വെള്ളത്തിൽ കൂടി ഞാൻ കടന്നിടിലും വെള്ളമെൻ്റെ മേൽ കവിയുകില്ല. വെള്ളത്തിൽ കൂടി ഞാൻ കടന്നിടിലും വെള്ളമെൻ്റെ മേൽ കവിയുകില്ല. വെന്തുപോകില്ല ഞാൻ തീയിൽ നടന്നാൽ, എൻ താതൻ എന്നോട് കൂടെയുണ്ട്. വെന്തുപോകില്ല ഞാൻ തീയിൽ നടന്നാൽ, എൻ താതൻ എന്നോട് കൂടെയുണ്ട്. കൂടെയുണ്ടേശു എൻ കൂടെയുണ്ട്, കൂട്ടിനവൻ എന്നും കൂടെയുണ്ട്. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 34-ാമത്തെ വാക്യം. അപ്പോൾ യഹോവയുടെ ആത്മാവ് ഗിദെയോന്റെ മേൽ വന്നു. അവൻ കാഹളമൂതി അബീയേസ്യരെ തൻ്റെ അടുക്കൽ വിളിച്ചുകൂട്ടി. അവൻ മനശ്ശെയിൽ എല്ലായിടവും ദൂതന്മാരെ അയച്ചു, അവരെയും തൻ്റെ അടുക്കൽ വിളിച്ചുകൂട്ടി. അപ്പോൾ യഹോവയുടെ ആത്മാവ് ഗിദെയോന്റെ മേൽ വന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരുവൻ്റെ മേൽ വരുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ദൈവത്തിൻ്റെ ജീവൻ്റെ ആത്മാവ് ഒരുവൻ്റെ മേൽ ഇറങ്ങുന്നത് വലിയ പദവിയാണ്. ഗിദെയോന്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നു. ഈ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ, എൻ്റെ മേൽ നിൻ്റെ ആത്മാവ് വരണമേ, എൻ്റെ മേൽ നിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങണമേ, എൻ്റെ അകൃത്യങ്ങളെ മായിച്ചു കളയുന്ന പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുത ശക്തി എന്നെ കീഴടക്കണമേ. കർത്താവേ, നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ തിരുശക്തിയാൽ ഇന്ന് എൻ്റെ സ്വഭാവം മാറി ഒരു രൂപാന്തരം എനിക്ക് സംഭവിക്കണമേ. ഓരോരുത്തരും ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിപ്പീൻ. സഹോദരങ്ങളെ, എന്താണ് നാം കാണുന്നത്? യഹോവയുടെ ആത്മാവ് ഗിദെയോന്റെ മേൽ വന്നു. എന്താണ് കാരണം? ഒന്ന്, ഗിദെയോൻ യാഗം കഴിച്ചു. യേശുക്രിസ്തുവിൻ്റെ പരമയാഗം അത് മനുഷ്യജാതിയുടെ വീണ്ടെടുപ്പിന് വേണ്ടിയായിരുന്നു. 33.5 വയസ്സിൽ കർത്താവായ യേശുക്രിസ്തു തൻ്റെ ഭൗതിക ജീവിതം ക്രൂസിൽ അർപ്പിച്ചു, തന്നെ ത്യജിച്ചു. ജീവനുള്ള ദൈവം തൻ്റെ ഏകജാതനായ തിരുക്കുമാരനെ കുരിശിൽ അർപ്പിക്കുവാൻ, ഉപേക്ഷിക്കുവാൻ തയ്യാറായി. സഹോദരങ്ങളെ, ത്യാഗമുള്ളയിടത്താണ് രക്ഷ, ത്യാഗമുള്ളയിടത്താണ് വളർച്ച. യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൻ്റെ ത്യാഗോജ്വലമായ യാഗം കൊണ്ട് മനുഷ്യജാതി വീണ്ടെടുക്കപ്പെട്ടു. അതാണ് എബ്രായ ലേഖനത്തിൽ അപ്പോസ്തലൻ പറയുന്നത്. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായി യേശുവിനെ നോക്കുക. എബ്രായ ലേഖനം 12-ാം അധ്യായം ആദ്യത്തെ വാക്യങ്ങൾ. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായി യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം അവൻ ഓർത്തു,
അപമാനം അലക്ഷ്യമാക്കി ക്രൂസിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം അനേകരുടെ കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാകുന്നു, അനേക ജീവിതങ്ങളിൽ ആശ്വാസമുണ്ടാകുന്നു. വഴിതെറ്റിപ്പോയ അനേകർ സത്യപാതയിലേക്ക് തിരിച്ചു വരുന്നു. ജീവിതം താറുമാറായിപ്പോയ അനേകർക്ക് ജീവിതത്തിൽ ലാക്ക് കണ്ടെത്താനിടയാകുന്നു. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം അവൻ ഓർത്തു, അപമാനം അലക്ഷ്യമാക്കി, ക്രൂസിലെ നിന്ദയും ആക്ഷേപവും അലക്ഷ്യമാക്കി അവിടുന്ന് ക്രൂസിനെ സന്തോഷത്തോടെ സ്വീകരിച്ചു. അപമാനം അലക്ഷ്യമാക്കി ക്രൂസിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. യാഗം ഉള്ളയിടത്ത് ഉയർച്ചയുണ്ട്. ക്രോസ് ഉണ്ടെങ്കിൽ ക്രൗൺ ഉണ്ട്. ക്രൂസ് ഉണ്ടെങ്കിൽ കിരീടമുണ്ട്. പ്രിയപ്പെട്ടവരെ, ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ ബ്ലെസ്സിങ് ഉണ്ട്. വിശ്വസിക്കൂ, ദൈവത്തിൻ്റെ ബ്ലെസ്സിങ് നിങ്ങൾക്ക് വേണമോ, അനുഗ്രഹം വേണമോ, നിങ്ങൾ തന്നെത്താൻ ബ്ലീഡ് ചെയ്യാൻ തയ്യാറാകണം. ശരീരത്തിൽ മുറിവുണ്ടാക്കാനല്ല പറഞ്ഞത്. നിങ്ങളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും മുറിവുണ്ടാക്കി ചോര ഒഴുക്കാനല്ല പറഞ്ഞത്. ത്യാഗം വരണം. ഇന്ന് ആത്മീയ ജീവിതത്തിൽ കൈമോശം വന്നിരിക്കുന്ന ഒന്നാണ് ത്യാഗം, യാഗം. ഗീദെയോൻ യാഗം കഴിക്കാൻ തയ്യാറായി. യാഗം കഴിക്കാൻ തയ്യാറായപ്പോൾ അനുഗ്രഹങ്ങൾ സമൃദ്ധമായി ഒഴുകിയെത്തി. ഗീദെയോന്റെ മേൽ ആത്മാവ് വന്നു. അനോയിൻമെന്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം. അനോയിൻമെന്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, എൻഡ്യൂമെന്റ് ഓഫ് പവർ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തീകരണം ഗീദെയോന്റെ മേൽ വന്നു. അനോയിൻമെന്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഗീദെയോന്റെ മേൽ വന്നു. 1 ഒബീഡിയൻസ്, വചനമനുസരിച്ചു. 2 സാക്രിഫൈസ്, ദൈവത്തിൻ്റെ സന്നിധിയിൽ യാഗമർപ്പിക്കാൻ തയ്യാറായി. അപ്പോഴിതാ അനോയിൻമെന്റ് വരികയാണ്, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം വരികയാണ്. അവിടെ കൊണ്ട് തീരുന്നില്ല. ഈ യാഗാർപ്പണത്തിന് മുതിരുന്ന ഗിദെയോൻ അതോട് ചേർത്ത് ഒരു കാര്യം ചെയ്തു. അതെന്താണ്? 27-ാം വാക്യം. ഗിദെയോൻ തൻ്റെ വേലക്കാരിൽ 10 പേരെ കൂട്ടി യഹോവ അതിനോട് കൽപ്പിച്ചതുപോലെ ചെയ്തു. ആത്മാവിൻ്റെ അഭിഷേകം അനുഭവിക്കുന്ന ദൈവദാസൻ, ആത്മാവിൻ്റെ കൃപാവരം അനുഭവിക്കുന്ന ദൈവവൈതൽ എപ്പോഴും കൂട്ടായ്മയിൽ സന്തോഷിക്കും. 10 പേരെ കൂട്ടിച്ചേർത്തു. പ്രിയപ്പെട്ടവരെ, ഒരു കൂട്ടായ്മ ആത്മീയ ജീവിതത്തിന് കൂടിയേ കഴിയൂ. ആത്മീയ ജീവിതത്തിനും ആത്മീയ ശുശ്രൂഷയ്ക്കും ആത്മീയ പ്രവർത്തനത്തിനും ഒരു കൂട്ടായ്മ ഒരു മസ്റ്റാണ്. അത് കൂടിയേ കഴിയൂ. സഹോദരങ്ങളെ, കൂട്ടായ്മയെ അവഗണിക്കരുത്, കൂട്ടായ്മയെ തുച്ഛീകരിക്കരുത്, കൂട്ടായ്മയെ അപമാനിക്കരുത്, കൂട്ടായ്മയെ നിങ്ങൾ വിലകെടുത്തി കാണരുത്. കൂട്ടായ്മ അനുഗ്രഹമാണ്. ഒരു സഭയുടെ നട്ടെല്ല് ആ സഭയിൽ വിശുദ്ധന്മാരുടെ കൂടിവരവാണ്. ആ സഭയിൽ വിശുദ്ധന്മാരുടെ കൂട്ടായ്മയാണ്. ആ സഭയിൽ വിശുദ്ധന്മാരുടെ ഫെലോഷിപ്പാണ്. പ്രിയപ്പെട്ടവരെ, ഒരു സമൂഹത്തിൻ്റെ ബലം എന്താണ്? ആ സമൂഹത്തിൽ വിശുദ്ധന്മാർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്ന, പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന് ഉയരുന്ന, സുഗന്ധധൂപം പോലെ ദൈവസന്നിധിയിലേക്ക് ഉയരുന്ന സ്തുതിയും സ്തോത്രവുമാണ്. അവിടെ വിശുദ്ധിയുടെ ആരാധനയുണ്ട്, അവിടെ വിശുദ്ധിയുടെ സ്തുതിയുണ്ട്, അവിടെ വിശുദ്ധിയുടെ സ്തോത്രമുണ്ട്. പ്രിയപ്പെട്ടവരെ, നിൻ സ്തുതിയും ഹല്ലേലൂയയും കർത്താവേ ഞാൻ നിർത്തരുതേ എന്ന് പ്രാർത്ഥിച്ച പാടിയ പിതാക്കന്മാരുടെ പാരമ്പര്യം അവകാശപ്പെടുന്നു, ശരി. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അത് അനുഭവമാക്കുന്നുണ്ടോ? നിൻ സ്തുതിയും ഹല്ലേലൂയയും കർത്താവേ ഞാൻ നിർത്തരുതേ. സഹോദരങ്ങളെ, വിശുദ്ധന്മാർ ഒരുമിച്ച് കൂടി സ്തുതിക്കുന്നത് വലിയ ഭാഗ്യമാണ്. അവിടെ കോട്ടകൾ തകരും, അവിടെ മിഥ്യാന്യർ ഓടും, അവിടെ ശത്രുസമൂഹം ചിഹ്നിക്കും, അവിടെ പൈശാചിക ശക്തികൾ ലജ്ജിക്കും, അവിടെ ദുരാത്മ വ്യാപാരങ്ങളെല്ലാം ഓടിയകലും, അവിടെ പൈശാചിക ശാപങ്ങളെല്ലാം നീങ്ങിപ്പോകും. സ്തുതി, വിശുദ്ധ സ്തുതി ഉയരുമ്പോൾ, ദൈവ പൈതലേ, ഈ വാക്ക് നീ കേൾക്കുമ്പോൾ നീ ഒരു കാര്യം തീരുമാനിക്കുമോ? കർത്താവേ, ഞാനൊരു വിശുദ്ധനായി എൻ്റെ ഭവനത്തിൽ ഇരുന്ന് ഞാൻ നിന്നെ സ്നേഹത്തോടും വിശുദ്ധിയോടും കൂടെ സ്തുതിക്കും. എന്നെ തന്നെ യാഗമർപ്പിച്ച് നിൻ്റെ തിരുവചനം അനുസരിച്ച്, നിൻ്റെ തിരുവചനം മാനിച്ച്, കർത്താവേ, ഞാനൊരു കൂട്ടായ്മയിൽ, എൻ്റെ കരുണയുള്ള കർത്താവേ, കൂട്ടായ്മയിൽ പ്രവർത്തിച്ച്, കൂട്ടായ്മയിൽ ദൈവമക്കളുടെ സഹകരണത്തോടെ, ദൈവമക്കളുടെ ഒരു മനസ്സോടെ ഞാൻ എൻ്റെ കർത്താവിനെ ആരാധിക്കും. വിശുദ്ധിയുടെ ആരാധന, സ്നേഹത്തിൻ്റെ ആരാധന, വർഷിപ്പ് ഇൻ ദ ഫെലോഷിപ്പ്. അതേ, ഫെലോഷിപ്പിലുള്ള വർഷിപ്പ്, ദൈവത്തിന് സ്തോത്രം. അതേ, ഫെലോഷിപ്പിലുള്ളതായ ആരാധന, സ്തുതിയാണ് ആരാധന, സ്തുതിയാണ്, സ്തോത്രമാണ് ആരാധന. ഹൃദയം നിറഞ്ഞു വഴിഞ്ഞൊഴുകുന്ന സ്നേഹത്തിൻ്റെയും നന്ദിയുടെയും സ്തുതിഗീതങ്ങളാണ് ആരാധന. സഹോദരങ്ങളെ, ഭയത്തോടുകൂടി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് യുക്തമാണ്, ന്യായമാണ്. പക്ഷേ പലപ്പോഴും അത് യുക്തമായി ന്യായമായും
നമുക്ക് തോന്നുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഭയത്തോടെ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് യുക്തവും ന്യായവുമാകുന്നു. എന്നാൽ യുക്തവും ന്യായവുമായി ചെയ്യുന്നത് അത് സന്തോഷത്തോടെ ചെയ്യുവാൻ സ്നേഹിതരെ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? നിങ്ങളുടെ ഹൃദയത്തിൽ സ്തുതി ഉയരുന്നുണ്ടോ? സന്തോഷം നിങ്ങളുടെ ഹൃദയത്തിൽ അണപൊട്ടി ഒഴുകുന്നുണ്ടോ? നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തോട് നന്ദി വരുന്നുണ്ടോ? ദൈവം എനിക്ക് വലിയവ ചെയ്തു എന്നുള്ള നന്ദി നിങ്ങളുടെ ഹൃദയത്തിൽ വരുമ്പോൾ അപ്പോൾ സ്തുതി ഉയരും. ഗിദെയോൻ ഫെലോഷിപ്പിന് പ്രോത്സാഹനം കൊടുത്തു. നാം വായിക്കുന്നത് അങ്ങനെയാണ്. ഗിദെയോൻ തൻ്റെ വേലക്കാരിൽ 10 പേരെ കൂട്ടി യഹോവ അതിനോട് കൽപ്പിച്ചതുപോലെ ചെയ്തു. എന്നാൽ അവൻ തൻ്റെ കുടുംബക്കാരെയും പട്ടണക്കാരെയും പേടിച്ചിട്ട് പകൽ സമയത്ത് അത് ചെയ്യാതെ രാത്രിയിൽ ചെയ്തു. പാവം, ഇതെല്ലാം നടന്നു. പക്ഷേ ഒരു പേടി പിന്നെയും നിൽക്കുന്നു. എല്ലാം നടന്നു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരങ്ങളെ, മാനസാന്തരപ്പെട്ടു, ദൈവത്തിൻ്റെ വചനം കേട്ടു, വചനം അനുസരിച്ചു, നിങ്ങൾ ചില തീരുമാനങ്ങളൊക്കെ എടുത്തു, പ്രകടമായ പാവങ്ങളെല്ലാം വിട്ടു, നിങ്ങളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങളെല്ലാം വന്നു. പക്ഷേ ഒരു പേടി ഇന്നും ബാക്കി നിൽക്കുന്നുണ്ടോ? ഒരു പേടി ബാക്കി നിൽക്കുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ഞാൻ നിങ്ങളോട് വളരെ വിനയപൂർവ്വം പറയട്ടെ, പേടിയെല്ലാം പോയി ഒളിക്കുന്ന ഒരു നല്ല നാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. ആത്മാവിൻ്റെ അഭിഷേകം അങ്ങ് വരുമ്പോൾ, അനോയിൻമെന്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ തേജോമയമായ അഭിഷേകം നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ പേടിയെല്ലാം അങ്ങ് പാഞ്ഞൊളിക്കും. എല്ലാം നിങ്ങളെ വിട്ട് പമ്പ കിടക്കും. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലാണ് പേടി മാറുകയുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും മനുഷ്യനെ പേടിക്കും. അയ്യോ, ഇന്നവൻ എന്ത് പറയും, ഞാനിങ്ങനെ ദൈവത്തിൻ്റെ വചനം പറഞ്ഞാൽ ആളുകൾ എന്ത് കണക്കാക്കും, എൻ്റെ വില കുറഞ്ഞു പോവില്ലേ, എൻ്റെ സ്ഥാനത്തിനൊരു കുറവ് വരില്ലേ, ആളുകൾ എന്നെ പുച്ഛിക്കില്ലേ, ഞാൻ ആ കൂട്ടായ്മയിൽ പോയാൽ ചിലർ എന്നെ തടയില്ലേ, ആ കൂട്ടായ്മയിൽ ദൈവത്തിന് വചനം കേൾക്കാൻ പോയാൽ ആളുകൾ എന്നെ ഒറ്റപ്പെടുത്തില്ലേ, എനിക്ക് പദവിയും സ്ഥാനവും മാനവും എല്ലാം ഉള്ളത് കുറഞ്ഞു പോവില്ലേ. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് തുറന്നു പറയട്ടെ, ചില സത്യങ്ങൾ തുറന്നു പറയട്ടെ. പീലാത്തോസിന് വേണമെങ്കിൽ യേശുവിനെ വെറുതെ വിടാമായിരുന്നു. പീലാത്തോസിന് അധികാരമുണ്ട്. യേശുവിനെ വെറുതെ വിടാമായിരുന്നു. പീലാത്തോസിൻ്റെ ഭാര്യ പീലാത്തോസിനോട് പറഞ്ഞു, ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത് എന്ന് പറഞ്ഞു. നീതിമാനാണെന്ന് ഭാര്യയ്ക്ക് മനസ്സിലായി, പീലാത്തോസിന് മനസ്സിലായി. പീലാത്തോസിന് ഒന്നുകൂടി മനസ്സിലായി, എന്തിന് യഹൂദ മതത്തിലെ മേധാവികൾ ഈ യേശുവിനെ കുരിശിക്കാൻ തുടങ്ങുന്നു. പീലാത്തോസിന് കാര്യം മനസ്സിലായി. ആ മഹാപുരോഹിതന്മാര് യേശുവിനെ ഏൽപ്പിച്ചു കൊടുത്തത് അസൂയ നിമിത്തമാകുന്നു എന്ന് പീലാത്തോസ് അറിഞ്ഞു എന്ന് യോഹന്നാൻ സുവിശേഷം വായിക്കുമ്പോൾ കാണാം. പീലാത്തോസിന് മനസ്സിലായി യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് അസൂയ കൊണ്ടാണ് എന്ന്. യേശുവിൻ്റെ പിന്നാലെ ജനസമൂഹം ഇരച്ചു കയറുന്നു. അനേകർക്ക് ആശ്വാസം ലഭിക്കുന്നു. അനേകരെ ദൈവത്തിൻ്റെ വഴികൾ തിരിച്ചറിയുന്നു. അനേകരെ മോശയുടെ ന്യായപ്രമാണത്തിൻ്റെ അന്തസ്സത്ത മനസ്സിലാക്കുന്നു. അനേകരെ തിരുവെഴുത്തുകളുടെ അർത്ഥഗാംഭീര്യം മുഴുവൻ ഉൾക്കൊള്ളുന്നു. അനേകരുടെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ ഈ അത്ഭുതകരമായ സ്വാധീനം മൂലം കുടുംബങ്ങൾ രക്ഷപ്പെടുന്നു. ആളുകളിതാ ഒരുമിച്ച് ആർത്തി പൂണ്ട് വരികയും ആരവാരത്തോടെ ദൈവത്തെ അത്ഭുതകരമായ സ്നേഹത്തോടെ സ്തുതിക്കുകയും ചെയ്യുന്നു. അവർക്ക് അസൂയ മുഴുത്തു. പീലാത്തോസിന് മനസ്സിലായി അവർ അസൂയ നിമിത്തമാകുന്നു യേശുവിനെ ഏൽപ്പിച്ചു കൊടുത്തത് എന്ന്. പക്ഷേ പീലാത്തോസ് ഓർത്തു, ഞാൻ ഇപ്പോൾ ഈ യേശുവിനെ വെറുതെ വിട്ടാൽ ഇവരൊക്കെ കൊണ്ട് പറയും കൈസരുടെ സ്നേഹിതനല്ല എന്ന്. എൻ്റെ ജോലി പക്ഷേ പോയാലോ, എൻ്റെ ജോലി പോയാലോ, ഗവർണർഷിപ്പ് ഉണ്ടെന്ന്. ഒരു ഗവർണറായിട്ട് ജോലി ചെയ്യുകയാണ്. ഈ ഗവർണർഷിപ്പ് ഏതായാലും കളയണ്ട. യേശുവിനെ കുരിശിക്കാൻ കൊടുത്താൽ എനിക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. ഒരു നിരപരാധി ക്രൂശിക്കപ്പെട്ടു. ഒരു നിഷ്കളങ്കനായി നിരപരാധിയായി കുറ്റമില്ലാത്ത ഒരാളെ കൊലയ്ക്ക് കൊടുത്തു. എന്നാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, എൻ്റെ പദവി പോവില്ലല്ലോ, എൻ്റെ ജോലി പോവില്ലല്ലോ, എൻ്റെ ഗവർണർഷിപ്പ് നിലനിൽക്കുമല്ലോ. അവരത് വീമ്പിളക്കുകയും ചെയ്തു. നീ യേശുവിനെ വെറുതെ വിട്ടാൽ നീ കൈസറുടെ സ്നേഹിതനല്ല എന്ന യഹൂദ മതമേധാവികൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. കൈസറുടെ സ്നേഹിതനല്ല, ഞങ്ങൾ പെറ്റീഷൻ അയക്കും. നീ കൈസർക്ക് എതിരാണെന്ന് ഞങ്ങൾ പെറ്റീഷൻ അയക്കും. നിന്നെ ഉടനെ ഇവിടെ നിന്ന് നിന്റെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും. അതെല്ലാമാണ് അതിൻ്റെ വ്യംഗ്യം. പ്രിയപ്പെട്ടവരെ, പീലാത്തോസ് സ്വന്തം നിലനിൽപ്പ് മാത്രം നോക്കി. ഒരു നിരപരാധി കൊല്ലപ്പെടുന്നെങ്കിൽ കൊല്ലപ്പെടട്ടെ, എൻ്റെ സ്ഥാനം നിലനിർത്തണം. ഇന്ന് അനേകരങ്ങനെയാണ്. അനേകർ കൂട്ടായ്മയെ തള്ളിപ്പറയുന്നവരുണ്ട്. അനേകരും ദൈവത്തിൻ്റെ വചനത്തെ എതിർക്കുന്നവരുണ്ട്. അനേകർ ദൈവത്തിൻ്റെ വചനത്തെ ധിക്കരിക്കുന്നവരുണ്ട്. അനേകർ ദൈവത്തിൻ്റെ വചനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തടസ്സം നിൽക്കുന്നവരുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വിശുദ്ധ ശുശ്രൂഷയിലേക്ക് വരുന്നതിന് ഒരുങ്ങിപ്പുറപ്പെടുന്നവരെ തടയുന്നവരുണ്ട്. എന്നാലൊരു കാര്യം അറിഞ്ഞുകൊള്ളൂ, പ്രിയപ്പെട്ടവരെ, ഓർക്കൂ, പീലാത്തോസിന് അറിയാമായിരുന്നു ഈ യേശു നീതിമാനാണെന്ന്.
പീലാത്തോസിന് അറിയാമായിരുന്നു യേശു കുറ്റമില്ലാത്തവനാണെന്ന്. പീലാത്തോസ് പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. പീലാത്തോസ് കൈ കഴുകി. ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. പീലാത്തോസ് കൈ കഴുകി. വെള്ളം കൊണ്ട് കഴുകിയാൽ പോകുന്നതാണോ ഈ പാതകം? വെള്ളം കൊണ്ട് കഴുകിയാൽ പോകുമോ പ്രിയപ്പെട്ടവരെ? പീലാത്തോസ് കൈ കഴുകി. എന്നിട്ട് പറഞ്ഞു, പീലാത്തോസ് പറഞ്ഞു, 3 പ്രാവശ്യം പറഞ്ഞു, 3 തവണയായിട്ട് പറഞ്ഞു, ഇവനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല. നിങ്ങൾ ഇവനെ കൊണ്ടുപോയി ക്രൂശിപ്പീൻ, എനിക്കിതിൽ പങ്കില്ല. ഇവനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല, നിങ്ങൾ ഇവനെ കൊണ്ടുപോയി ക്രൂശിപ്പീൻ എന്ന് പീലാത്തോസ് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ ശ്രദ്ധിക്കൂ. ഇങ്ങനെ പറഞ്ഞ് യേശുവിനെ ക്രൂശിക്കാൻ വിട്ടുകൊടുത്തു. സ്വന്തം നിലനിൽപ്പിന് വേണ്ടി ആ ഘോരകൃത്യം പീലാത്തോസ് ചെയ്തു. യഹൂദന്മാർ പറഞ്ഞു, അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന്. ചരിത്രത്തിൻ്റെ താളുകൾ നിങ്ങൾ നോക്കുമ്പോൾ, ഏടുകൾ പിന്നിലേക്ക് മറിച്ച് നോക്കുമ്പോൾ കാണാം, പ്രിയപ്പെട്ടവരെ, നൂറ്റാണ്ടുകളായി യഹൂദൻ്റെ മേലും മക്കളുടെ മേലും തലമുറകൾ ഈ ഘോര ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്നും വിദൂര പൗരസ്ത്യ ദേശങ്ങളിൽ, ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് ഇസ്രായേൽക്കാരനുഭവിക്കുന്ന യാതനകൾ, അവിടെ ഉണ്ടാകുന്ന ടെററിസ്റ്റ് അറ്റാക്കുകൾ ഓരോന്ന് കേൾക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് പറഞ്ഞ പിതാക്കന്മാരുടെ ആ കുറ്റമിതാ മക്കൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തലമുറകൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്. കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ കിടന്ന് പീഡ അനുഭവിച്ചു. ജർമ്മനിയിൽ നാസികളുടെ പീഡകളേറെ അനുഭവിച്ചു. റഷ്യയിൽ അവിടെയുള്ള റഷ്യൻ ജയിലുകളിലും റഷ്യൻ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലും അനേകം യഹൂദന്മാർ പീഡിപ്പിക്കപ്പെട്ടു. എത്രയോ യഹൂദന്മാരാണ് തകർന്നുപോയത്, നശിച്ചു പോയത്, കൂട്ടമായി ഹനിക്കപ്പെട്ടു. നോക്കൂ, തലമുറകളുടെ മേലെ ശിക്ഷ വന്നു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടുത്ത ചരിത്രം പറയുന്നത്, ഐതിഹ്യം പറയുന്നത് പീലാത്തോസ് മനോരോഗിയായി എന്നാണ്. പീലാത്തോസ് കൂടെ പോയി കൈ കഴുകിയെന്ന്. യേശു ക്രൂശ് മേൽ കിടന്ന് മരിച്ചു എന്ന് കേട്ടപ്പോൾ പീലാത്തോസ് വേഗം പോയി കൈ കഴുകിയെന്ന്. പിന്നെയും പോയി കൈ കഴുകിയെന്ന്. ഉറക്കം വരാതെ കിടന്നു എന്ന്. എഴുന്നേറ്റ് പോയി കൈ കഴുകിയെന്ന്. ഉറക്കം വരുന്നില്ല, കിടക്കാൻ പറ്റുന്നില്ല, എഴുന്നേൽക്കുന്നു, വീണ്ടും പോയി കൈ കഴുകുന്നു, സ്വസ്ഥതയില്ല. ഒരു മനോരോഗിയായി തീർന്നുവെന്നും പീലാത്തോസ് ആത്മഹത്യ ചെയ്തുവെന്നും ഐതിഹ്യം പറയുന്നു, വേദപുസ്തകം പറയുന്നില്ല. സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഓർക്കുക. ദൈവത്തിൻ്റെ തിരുവചനത്തെ എതിർക്കുന്നത് അപകടമാണ്. ദൈവത്തിൻ്റെ തിരുവചന ശുശ്രൂഷയെ തടയുന്നത് അപകടമാണ്. ദൈവത്തിൻ്റെ ഫെലോഷിപ്പ്, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കൂട്ടായ്മ, ദൈവമക്കൾ ഒരുമിച്ച് കൂടി വിശുദ്ധിയിൽ ദൈവത്തെ സ്തുതിക്കുന്നതും ആരാധിക്കുന്നതും അത് അനുഗ്രഹമാണ്. അനുഗ്രഹം തടയരുതേ. നിങ്ങളാരും ദൈവത്തിൻ്റെ വചനത്തെ തടയുവാൻ കൈ ഉയർത്തരുതേ. നിങ്ങളാരും ദൈവത്തിൻ്റെ വചനത്തിനെതിരായി ഒരു ശബ്ദം പറയരുതേ, പുറപ്പെടുവിക്കരുതേ. നിങ്ങളാരും നിങ്ങളുടെ ജീവിതത്തിൽ ശാപങ്ങൾ വലിച്ചു വാങ്ങി മക്കൾക്കും തലമുറകൾക്കും പകർന്നു കൊടുക്കരുതേ. പ്രിയപ്പെട്ടവരെ, ഈ ഗിദെയോൻ ആത്മാവിൽ നിറഞ്ഞു, പേടിയെല്ലാം മാറി, ആത്മാവിൽ നിറഞ്ഞു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ധാന്യവും മെഞ്ഞു വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. സ്നേഹിതരെ, നിങ്ങൾക്ക് ഈ ആത്മനിറവ് വേണമോ? നിങ്ങൾക്ക് ഈ ദൈവീക കൃപ നിങ്ങൾക്ക് വേണമോ? നിങ്ങൾക്ക് ഈ അനോയിൻമെൻറ്റ് വേണമോ? പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം. സഹോദരങ്ങളെ, അതെന്തൊരു ഭാഗ്യമാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അത് ഒരു ദർശനം കാണുന്നതല്ല, അല്ലെങ്കിൽ അരുളപ്പാടുകൾ കിട്ടുന്നതല്ല, പ്രവചനം പറയുന്നതല്ല, അന്യഭാഷ പറയുന്നതല്ല. സഹോദരങ്ങളെ, അതേതെങ്കിലും കൃപാവരമല്ല, രോഗശാന്തിപരമല്ല, ഭൂതങ്ങളുടെ മേൽ അധികാരമല്ല. അതെല്ലാം ശുശ്രൂഷകളാണ്. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൻ്റെ ലക്ഷണം എന്താണ്? അത് വിശുദ്ധിയുടെ നിറവാണ്, സ്നേഹത്തിൻ്റെ നിറവാണ്. ഞാൻ ഇക്കാര്യം ആവർത്തിച്ച് പറയാൻ ഞാൻ കൊതിപൂണ്ട് നിൽക്കുകയാണ്. അനേകർ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മ നിറവ് എന്ന് പറയുന്നത് വിവിധ ഭാഷകൾ പറയുന്നതാണെന്നാണ്. പരിശുദ്ധാത്മ നിറവ് എന്ന് പറയുന്നത് രോഗശാന്തി വരം ലഭിക്കുന്നതാണെന്നാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് സ്നേഹത്തിൻ്റെ നിറവാണ്. എല്ലാവരെയും സ്നേഹിക്കുന്നു, പ്രകൃതിയെയും സ്നേഹിക്കുന്നു, ഈ പ്രകൃതിയിലെ പൂക്കളെ സ്നേഹിക്കുന്നു, പ്രകൃതിയിലെ ചെടികളെ സ്നേഹിക്കുന്നു, പക്ഷികളെയും മൃഗങ്ങളെയും സ്നേഹിക്കുന്നു, സഹജീവികളെ സ്നേഹിക്കുന്നു, മനുഷ്യരെ സ്നേഹിക്കുന്നു, എതിരാളികളെ സ്നേഹിക്കുന്നു, തൻ്റെ സ്വന്തം അഭിപ്രായത്തോട് യോജിക്കാത്തവരെയും സ്നേഹിക്കുന്നു, സ്വന്തം അഭിപ്രായത്തിന് ഘടകവിരുദ്ധമായി നിൽക്കുന്നവരെയും സ്നേഹിക്കുന്നു, സ്വന്തം ചിന്താഗതിക്ക് എതിരായി നിൽക്കുന്നവരെയും സ്നേഹിക്കുന്നു. പറയാൻ എന്ത് എളുപ്പമാണല്ലേ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, ക്രിസ്തീയ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്നേഹിക്കാൻ നിങ്ങൾ തുടങ്ങണം. നിങ്ങൾ തമ്മിൽ സ്നേഹിപ്പിരെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു.
തമ്മിൽ തമ്മിൽ സ്നേഹിപ്പാനുള്ള പുതിയ കൽപ്പന. ഭാര്യ ഭർത്താവിനെ വെറുക്കുന്ന കാലം, ഭർത്താവ് ഭാര്യയെ വെറുക്കുന്ന കാലം. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, എത്ര കുടുംബങ്ങൾ കേണു കഴിയുന്നു. സ്നേഹം പോയിരിക്കുന്നു. മക്കൾക്ക് സ്നേഹമില്ല, മാതാപിതാക്കൾക്ക് മക്കളോട് സ്നേഹമില്ല, സഹോദരങ്ങൾ തമ്മിൽ ഭിന്നിച്ചിരിക്കുന്നു. ഒരാളുടെ കുറവൊന്ന് താങ്ങി കൊടുക്കാൻ മറ്റുള്ള ഒരാൾക്ക് തോന്നുന്നില്ല. ഒരാൾക്കൊരു ബലഹീനതയുണ്ട്, ഒന്ന് കൈത്താങ്ങൽ കൊടുക്കാൻ തോന്നുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഒരാൾക്ക് ഇത്തിരി ക്ഷീണമുണ്ട്, ഒന്ന് താങ്ങി കൊടുക്കാൻ തോന്നുന്നില്ല. ഒരാൾക്കൊരു പാകപ്പിഴ വന്നുപോയി, ഒരു പോരായ്മ സംഭവിച്ചു പോയി, ഒരു പക്ഷേ ഒരു തെറ്റ് തന്നെ വന്നുപോയി. അവിടെ കുറ്റം പറയാനേ ആളുകളുള്ളൂ, ഒരു കൈത്താങ്ങൽ കൊടുക്കാൻ. സാരമില്ല, ഇപ്പോഴൊക്കെ കേട് വന്നെങ്കിലും സാരമില്ല. കർത്താവിൽ നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് ഒരുമിച്ച് എണീക്കാം, നമുക്ക് ഒരുമിച്ച് പോകാം. മുന്നോട്ട് കൈത്താങ്ങൽ കൊടുത്ത് നടത്താൻ ഇന്ന് ആളുകളില്ല. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. നാം ആരും തികഞ്ഞവരല്ല പ്രിയരെ, ഞാൻ നിങ്ങളോട് തുറന്നു പറയട്ടെ. നാം ആരും പൂർണ്ണരല്ല. കൈത്താങ്ങൽ നമുക്ക് ആവശ്യമാണ്. അതിനാണ് കൂട്ടായ്മ. ദൈവത്തിന് സ്തോത്രം. കൈത്താങ്ങൽ ആവശ്യമാണ്. കൈത്താങ്ങൽ തരാൻ ദൈവത്തിൻ്റെ ആത്മാവുള്ളവരുണ്ടെങ്കിൽ ഇതിൽ പരം ഭാഗ്യം മറ്റെന്തുണ്ട്? ദൈവത്തിന് സ്തോത്രം. കൈത്താങ്ങൽ തരാൻ ദൈവത്തിൻ്റെ ആത്മാവുള്ള ദൈവമക്കളുണ്ടെങ്കിൽ അതെന്തൊരു പദവിയാണ്! അതാണ് വിശുദ്ധ കൂട്ടായ്മ. അവിടെ കുത്തിത്തിരിപ്പില്ല, അവിടെ സ്ഥാനമോഹമില്ല, അവിടെ പദവി നോട്ടമില്ല, അവിടെ പൈസയുടെ കണക്കുകളില്ല. പ്രിയപ്പെട്ടവരെ, അവിടെ ഹൃദയം ഒന്ന്, അവിടെ യേശുവിൻ്റെ മഹത്വം ലാക്ക്, യേശുവിൻ്റെ മഹത്വത്തിന് വേണ്ടി അധ്വാനിക്കുക, കർത്താവിൻ്റെ വേല ചെയ്യുക. കർത്താവേ, ഇതിൻ്റെ രാജ്യത്തിൻ്റെ പ്രചരണത്തിന് വേണ്ടി എന്നാൽ ആവത് ഞാൻ എത്തിക്കും. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്, ദൈവത്തോട് വാക്ക് പറയുകയാണ്, ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പുതിയ വേല തുടങ്ങുകയാണ്. സ്നേഹത്തിൻ്റെ വേല, സ്നേഹത്തിൻ്റെ ശുശ്രൂഷ, ഐക്യത്തിൻ്റെ ശുശ്രൂഷ. സ്വന്തം അഭിപ്രായങ്ങൾ മാറ്റിവെക്കുകയാണ്, സ്വന്തം താല്പര്യങ്ങൾ താഴെയിടുകയാണ്. യേശുവിൻ്റെ മഹത്വം. എൻ്റെ കർത്താവേ, മറ്റുള്ളവരുടെ ഗുണം, ഓരോരുത്തൻ തൻ്റെ ഗുണത്തേക്കാൾ മറ്റുള്ളവൻ്റെ ഗുണം അന്വേഷിക്കട്ടെ. ഓരോരുത്തരും അവനവൻ്റെ ഗുണത്തേക്കാൾ മറ്റുള്ളവൻ്റെ ഗുണം അന്വേഷിക്കട്ടെ എന്നാണ് അപ്പോസ്തലൻ പറഞ്ഞത്. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല, മറ്റുള്ളവൻ്റെ ഗുണവും കൂടെ നോക്കണം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സ്വന്തം ഗുണം നോക്കുന്നതിനേക്കാൾ മറ്റുള്ളവൻ്റെ ഗുണം നോക്കുന്നു. ഇത് സാധിക്കുമോ പ്രിയപ്പെട്ടവരെ? പറ്റുമോ? ഈ ലോകത്ത് സാധിക്കുമോ? നിങ്ങൾ പറ, സാധിക്കുമോ? ഞാൻ വിനയപൂർവ്വം നിങ്ങൾ പറയട്ടെ, ഇത് സാധിക്കുന്നൊരു വസ്തുതയാണ്. ആത്മാവിൻ്റെ അനോയിൻമെൻറ്റ് കിട്ടുമ്പോൾ, ദൈവത്തിന് സ്തോത്രം, ആത്മാവിൻ്റെ അഭിഷേകം കിട്ടുമ്പോൾ, പരിശുദ്ധാത്മാവ് ശക്തിയോടെ വരുമ്പോൾ, ഗിദെയോൻ്റെ മേൽ പരിശുദ്ധാത്മാവ് ശക്തിയോടെ വന്നു. പേടിയെല്ലാം അങ്ങ് പോയില്ലേ? നല്ല ധൈര്യം വന്നില്ലേ? നല്ല ഉറപ്പ് കിട്ടിയില്ലേ? പേടിച്ച് മുന്തിരിച്ചക്കിനരികെ വെച്ച് മെതിച്ചു കൊണ്ടിരുന്ന, ഗോതമ്പ് വെച്ചു കൊണ്ടിരുന്ന ഭീരുവായുവാവ് ശക്തനായി മാറി. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന എൻ്റെ ബഹുമാന്യ സഹോദരങ്ങൾ ശക്തരായി മാറട്ടെ. നിങ്ങളുടെ ഭീതികൾ മാറട്ടെ, നിങ്ങളുടെ അങ്കലാപ്പുകൾ മാറട്ടെ, നിങ്ങളുടെ ആശങ്കകൾ അകലട്ടെ, നിങ്ങളുടെ ഭയപ്പാടുകൾ തീരട്ടെ. എല്ലാ ഭീതിയും എല്ലാ ഭയപ്പാടും മാറിയിട്ട് നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങട്ടെ. പരിശുദ്ധാത്മാവ് ശക്തിയോടെ നിങ്ങളുടെ മേൽ വരട്ടെ. യഹസ്കേലിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടെ വന്നു. ശമൂവേലിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടെ വന്നു. ഗിദെയോന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടെ വന്നു. ദാനിയേലിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടെ വന്നു. ശൗലിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടെ വന്നു. ദൈവ പൈതലേ, നിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടെ വരാൻ ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നീ ദൈവത്തോട് പറയുവീൻ, കർത്താവേ, ഞാൻ എന്നെ തന്നെ യാഗമായി അർപ്പിക്കുന്നു. എൻ്റെ നാഥ, എൻ്റെ ഭാവി നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. എനിക്ക് നിന്റെ ആത്മാവിനെ വേണം, നിന്റെ പരിശുദ്ധാത്മാവിനെ വേണം. ദൈവമോ തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിന് എത്രയധികം കൊടുക്കും. ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിന് എത്രയധികം കൊടുക്കും. പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുമോ? പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കുമോ? പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി കൊതിക്കുമോ? പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിക്കുമോ? ധൈര്യത്തിൻ്റെ ആത്മാവ്, ശക്തിയുടെ ആത്മാവ്, സുബോധത്തിൻ്റെ ആത്മാവ്, സ്നേഹത്തിൻ്റെ ആത്മാവ്, വിശുദ്ധിയുടെ ആത്മാവ്, ഐക്യത്തിൻ്റെ ആത്മാവ്, ശാന്തിയുടെ ആത്മാവ്, വിട്ടുവീഴ്ചയുടെ ആത്മാവ്, വിനയത്തിൻ്റെ ആത്മാവ്, ലാളിത്യത്തിൻ്റെ ആത്മാവ്, എളിമയുടെ ആത്മാവ്, സൗമ്യതയുടെ ആത്മാവ്. എൻ്റെ ദൈവമേ, ധൈര്യത്തിൻ്റെ ആത്മാവ്, ഗിദെയോൻ്റെ മേൽ വന്ന ആത്മാവ് ഇപ്പോൾ എൻ്റെ തലമേൽ ഇറങ്ങണമേ. നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് സമർപ്പിക്കാം. ആരെല്ലാം തീരുമാനമെടുക്കുന്നു, കർത്താവേ, ഇന്നു മുതൽ പരിശുദ്ധാത്മാവിനെ മാനിച്ച് യേശുക്രിസ്തുവിന്റെ തിരുരക്തത്തിൽ ശരണപ്പെട്ട് തിരുരക്തം തരുന്ന ഭാവക്ഷമ അനുഭവിച്ച് തിരുവചനം അനുസരിച്ച് യാഗം തന്നെ അർപ്പിച്ച് നാഥാ, അതിൻ്റെ ആത്മാവിന് വേണ്ടി ഞാൻ കാത്തിരിക്കും. ആരെല്ലാം തീരുമാനമെടുക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനേ, അൻപുള്ള രക്ഷിതാവേ, ഈ മധുരമനോഹരമായ സമയത്തിനായി സ്തോത്രം, മനോജ്ഞമായ നിമിഷങ്ങൾക്കായി സ്തോത്രം.
സ്വർഗം ഭൂമിയിലേക്ക് താണിറങ്ങി വന്നിരിക്കുന്നതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവിനെ കാത്തിരിക്കുന്നവരുടെ മേൽ അയക്കുന്ന ദൈവിക കൃപയ്ക്കായി സ്തോത്രം. എൻ്റെ കർത്താവേ, ഒരുക്കമുള്ളവരുടെ മേൽ പകരുന്ന ആത്മാവിനെ, കാത്തിരിക്കുന്നവർക്ക് ലഭിക്കുന്ന ആത്മാവിനെ, അനുസരിക്കുന്നവർക്ക് ലഭിക്കുന്ന ആത്മാവിനെ, യാചിക്കുന്നവർക്ക് ലഭിക്കുന്ന ആത്മാവിനെ, ദാഹിക്കുന്നവർക്ക് ലഭിക്കുന്ന ആത്മാവിനെ ഇപ്പോൾ ഞങ്ങളുടെ മേൽ പകരുന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. സകല ശാപങ്ങളും മാറ്റണമേ, സകല രോഗങ്ങളും നീക്കണമേ, രോഗസൗഖ്യം അയക്കണമേ, മനഃശാന്തി അയക്കണമേ, ഭയപ്പാടുകൾ മാറ്റണമേ കർത്താവേ, ഭീരുത്വം അകറ്റണമേ. പരിശുദ്ധാത്മ നൽവരം കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ, കുടുംബശാന്തി നൽകണമേ. മഹത്വം മറുക്കപ്പെട്ട കുഞ്ഞാടിന് മാത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ.